ഞാൻ പ്രേമത്തിൻ്റെ വായിച്ചിട്ട് ഞാൻ അൽഫോൺസിനോട് ചോദിച്ചു ഇതെങ്ങനെയാണോ ഈ സിനിമ. അപ്പോൾ സാറ് അത് ഇപ്പോൾ അങ്ങനെയാണ് സിനിമ. അത് എനിക്ക് അവിടേക്ക് ഞാൻ എത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ ഓടും എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഓം ശാന്തി വായിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു സിനിമ ഉണ്ടാക്കിയാൽ എന്തായിത്തീരും. ആസ്വാദകനെ മാറ്റുന്നത് സിനിമയാണ്. ആസ്വാദനം ആദ്യം മാറിയിട്ട് സിനിമ മാറുകയല്ല. ആസ്വാദകൻ്റെ അതുവരെയുള്ള സെൻസിബിലിറ്റിയെ മാറ്റിമറിക്കുന്ന ഒരു സിനിമ വരുമ്പോഴാണ് ആസ്വാദനം മാറുന്നത്. ഞാൻ ഓർക്കുന്നു മലർവാടിയും തട്ടവും ഒക്കെ അങ്ങനെ ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമകൾ ഡിസിപ്ലിൻ വേറെയായിരുന്നു. റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു, തെറ്റുകൾ വരുത്താതിരിക്കാനുള്ള കോൺഷ്യസ് ഭയമുണ്ടായിരുന്നു. IV ശശി എന്ന് പോസ്റ്ററിൽ എഴുതിയത് കണ്ടിട്ട് അതിൽ ആരഭിനയിക്കുന്നു എന്ന് നോക്കാതെ ആളുകൾ തിയേറ്ററിലേക്ക് പോകാൻ തുടങ്ങി. അദ്ദേഹമായിരുന്നു മലയാളത്തിലെ ഒരു കമേഴ്ഷ്യൽ സിനിമയിലെ ആദ്യത്തെ ഒരു ട്രെൻഡ് സെറ്റർ എന്ന് പറയാവുന്നതാണ്. കുറച്ചുകൂടി കോവിഡിൻ്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ് റെട്രോസ്പെക്റ്റീവ് നമ്മൾ തന്നെ ഫീൽ ചെയ്യില്ലേ, നമ്മളെല്ലാവരും ഉള്ളിലോട്ട് ചിന്തിച്ചില്ലേ ഇത്രയും കാലം എന്ത് ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചത് ഇത്രയും കാലം അഭിനയിച്ചു, ബാങ്ക് ബാലൻസ് ഇല്ല, നടനെന്നുള്ള പേരില്ല, രണ്ടുമില്ല. എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരെണ്ണം ശ്രദ്ധിച്ച് തുടങ്ങാം. ലെങ്ത് ഓഫ് സ്ക്രീൻ ടൈം ഞാൻ കോൺഷ്യസ് അല്ല. ഒരു കഥാപാത്രത്തിന് ഒരു സീൻ മതിയെങ്കിൽ ആ ഒരു സീൻ കോൺട്രിബ്യൂട്ട് ചെയ്യണം കഥാഗതിയിൽ. ഫോർ എക്സാമ്പിൾ ആടെന്ന് പറഞ്ഞ സിനിമ, ആടെന്ന സിനിമയിൽ പൊന്നപ്പൻ ഒരു സീനേ ഉള്ളൂ. പൊന്നപ്പൻ പക്ഷേ ആ ആടിൽ വന്ന് ഒരു തെണ്ടിത്തരം കാണിക്കുന്നുണ്ട്, മതി. അതിപ്പോൾ നല്ലതോ നെഗറ്റീവ് പോസിറ്റീവ് ആക്ട് എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കോൺഷ്യസ്ലി എടുത്ത തീരുമാനമാണ്. നമസ്കാരം. ഇന്ന് മീഡിയാനോടൊപ്പം ഉള്ളത് അജു വർഗീസ് ആൻഡ് രഞ്ജി പണിക്കർ. സ്വാഗതം. പടക്കുതിരയാണ് ഇന്നത്തെ വിശേഷം. അതിൽ നിങ്ങളുടെ ഗെറ്റപ്പ് തന്നെ വളരെ വ്യത്യസ്തമാണ്. എന്താണ് പടക്കുതിരയ്ക്ക് സംസാരിക്കാനുള്ളത്? എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഈ ചിത്രത്തിലേക്ക് എത്തുന്നത്? സലോൺ ചേട്ടൻ വന്ന് കഥ പറഞ്ഞു, വളരെ നോർമൽ ഏതൊരു സിനിമയിലും സമീപിക്കുന്ന പോലെ തന്നെ നമ്മളെ സമീപിച്ചു. നമ്മൾ ചെന്നു, കഥ കേട്ടു. എനിക്ക് ഡീറ്റെയിൽ തിരക്കഥ കേൾക്കുന്ന ഒരു രീതിയില്ല. ചിരി വെച്ചുള്ള സീൻസ് കേട്ട് അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടർ ഫീൽ ചെയ്തത്, എപ്പോഴൊക്കെയോ പണ്ടൊക്കെ കണ്ട സിനിമകളിൽ നമുക്ക് എല്ലാം മിക്സപ്പായിട്ട് ഒരു ജോണർ മാത്രം പിടിച്ചേക്കാതെ ആ സിനിമയിൽ ചെറിയ തല്ല്, ചെറിയ ട്വിസ്റ്റ്, ചെറിയ സസ്പെൻസുകൾ, ചിരികൾ ഒക്കെ എല്ലാം അടങ്ങിയൊരു കഥയായിരുന്നു അത്. കോമ്പിനേഷൻ ഓഫ് ആക്ടേഴ്സ് ഭയങ്കര രസകരമായിരുന്നു. കാര്യം ഞാൻ ഇന്നത്തെ തലമുറയിലെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ജോമോൻ ജോദർ, ഷമീർ എന്ന് പറഞ്ഞ ഇവർക്ക്, കാർത്തിക് ശങ്കർ എന്നിവരൊക്കെ വർക്ക് ചെയ്യാൻ ഒരവസരമാണ്. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് പരിചയപ്പെടാനും കിട്ടുന്നൊരവസരമാണ്. പിന്നെ ഡെഫിനറ്റ്ലി നന്ദുചേട്ടൻ്റെയും സാറിൻ്റെയൊക്കെ കൂടെ ഒരു മിക്സ് ഉണ്ട്, പല ജനറേഷൻസിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അഖിലേട്ടൻ ഞാനും ചിലപ്പോൾ ഒരു ജനറേഷനായിരിക്കും. അപ്പോൾ ആ ഒരു എല്ലാവരും കൂടെ വരുന്ന ഒരു കുടക്കീഴിൽ വരുന്നതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഈ സിനിമ കാണുമ്പോൾ ഇപ്പോൾ ഉണ്ട്. ഇതെല്ലാമായിരുന്നു കാരണം. സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ തരുന്ന ഒരു ആവേശം എത്രത്തോളമാണ്? എനിക്ക് കഥാപാത്രം കേട്ടിഷ്ടപ്പെട്ടു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരു സിനിമയിൽ എത്തുന്നതിന് മുൻപ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്ന ഒന്ന് അതിൻ്റെ സബ്ജക്റ്റും. എനിക്ക് സബ്ജക്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു, എൻ്റെ കഥാപാത്രം വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടെ അഭിനയിക്കുന്ന, ഇപ്പോൾ ഡയറക്ടറെ എനിക്ക് മുൻപരിചയമില്ല. അദ്ദേഹം മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിനിമ ചെയ്യുന്നത്. റൈറ്റർ അറിയാവുന്ന ആളാണ്. പിന്നെ എനിക്ക് കൂടുതൽ അങ്ങനെ ഒരു അടുപ്പവും സൗഹൃദമുള്ള അജുവായിട്ടാണ്. അപ്പോൾ അജുവാണ് ഇതിലെ ഒരു പ്രധാന കഥാപാത്രം എന്ന് അറിയുമ്പോൾ അതും നമ്മളെ ഇതിൽ ചേരാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതൊക്കെയാണ് ഒരു സിനിമയിൽ ചെല്ലുന്നതിന് മുൻപുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മളിതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ചിന്തകളാണ്. മാധ്യമ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പടക്കുതിര എത്തുന്നത്. മുൻപുള്ള ചിത്രങ്ങളിലൂടെയൊക്കെ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തനത്തെയും ഒക്കെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള, അതിനെ വിമർശിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് രഞ്ജി പണിക്കർ. വീണ്ടും അത്തരം ഒരു പശ്ചാത്തലത്തിലേക്ക് ഒരു സിനിമ വരുമ്പോൾ അത് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മാധ്യമങ്ങളെക്കുറിച്ച് സിനിമ എഴുതിയ ആൾ മാത്രമല്ല, ഞാനൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു. മാധ്യമപ്രവർത്തനം
ജീവിത ലക്ഷ്യമായി കണ്ടിട്ടുള്ള ഒരാളായിരുന്നു. മാധ്യമപ്രവർത്തനം പഠിച്ച ആളാണ്. സർവോപരി ഞാനൊരു വായനക്കാരനാണ്. ഞാൻ മീഡിയയെ എപ്പോഴും വളരെ കൗതുകത്തോടു കൂടി അതിൻ്റെ ഒരു ഭാഗമായിട്ടും അല്ലാതെയും കാണുന്ന ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഒരു എലമെൻറ്റ്. ഇതിലെ മീഡിയ എന്ന് പറയുന്ന എലമെൻ്റാണ് ഒരുപക്ഷെ എന്നെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത്. രഞ്ജി പണിക്കർ എന്ന വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഡയലോഗുകളിലൂടെയോ ഒക്കെയാണല്ലോ. വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇന്നുള്ള ഒരു സൗകര്യവും നമുക്ക് മുമ്പുണ്ടായിരുന്നില്ല. നമ്മളെല്ലാം കഥാപാത്രങ്ങളെ പോലെ തന്നെ ഗൗരവക്കാരനായിട്ടുള്ളൊരു മനുഷ്യനൊക്കെ ആയിട്ട് ഇമാജിൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അത്തരത്തിലുള്ള മുൻവിധികൾ അജിച്ചേട്ടന് ഉണ്ടായിട്ടുണ്ടോ? അതിൽ നിന്നും എത്ര വ്യത്യസ്തമാകുന്നുണ്ട് ഒന്നിച്ചുള്ള ഒരു യാത്ര? ഫസ്റ്റ് കാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ദൂരെ നിന്ന് ഇവൻറ്റിൽ കണ്ടു, പിന്നെ സംസാരിച്ചപ്പോഴൊക്കെ നാച്ചുറലി ആ സ്ക്രീൻ ഇമേജും ആ വ്യക്തി സാറ് ക്യാരി ചെയ്യുന്ന സാറിനെ കുറിച്ചും ചെയ്ത സിനിമകൾ ഭയങ്കര ഫാക്ടറാണല്ലോ. നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ആദ്യം നമ്മളൊരു സിനിമ ചെയ്യാൻ വന്നതും അതിൻ്റെ ഭാഗമായതും. ഗോദ ആയിരുന്നു ആ സിനിമ. പക്ഷേ സാറിനോടൊപ്പം ഒരു 1 ഡേ കോൺവെർസേഷനിൽ തന്നെ സാറ് നമുക്ക് തരുന്നൊരു സ്പേസ് ഉണ്ട്. അത് ഏതൊരു ചെറുപ്പക്കാരനും അനുഭവിക്കുന്ന ഒരു സ്പേസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ വലയത്തിൽ. അത് നമ്മളെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളൊരു ഒരു എപ്പോഴും ഒരു മുതിർന്ന ആളുടെ ഉത്തരവാദിത്തമാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. എനിക്ക് താഴെ ഒരു ജനറേഷൻ വന്നിട്ടുണ്ട്. എനിക്ക് മക്കളുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണല്ലോ അവരെ കംഫർട്ടബിൾ ആവുക. അവർ ചിലപ്പോൾ ഒരു കൺഫ്യൂസ് സ്റ്റേജൊക്കെ ആയിരിക്കും. അത് കറക്റ്റായിട്ട് ചെയ്തൊരു മെൻറ്ററിങ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഗോദ ചെയ്തിട്ടുണ്ട്, ഓം ശാന്തി കോമ്പിനേഷൻ ഇല്ല. ജേക്കബിൻ്റെ സ്വർഗരാജിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. ലവ് ആക്ഷൻ ഡ്രാമയിൽ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സച്ചിൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാണ് പടക്കുതിര വരുന്നത്. അപ്പോൾ സാറ് വന്ന ദിവസം ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അതുവരെ സെറ്റ് ഒരു മെക്കാനിക്കൽ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവരവരുടെ ജോലികൾ ചെയ്യുന്നു. പക്ഷെ ഒരു കൂട്ടത്തോടെ ഒരു ടീം വർക്ക്, ഒരു ഇൻവോൾവ്മെൻറ്റ്, ഒരു ഒച്ചയും ബഹളമൊക്കെ സെറ്റിൽ വന്നത് സാറ് വന്ന് ഒച്ച വെച്ചൊന്നല്ല കേട്ടോ എൻ്റെ അർത്ഥം. പക്ഷെ സാറ് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് സംവിധായകൻ ഉൾപ്പെടെ ഒരു കോൺഫിഡൻസ് വന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്, പറയാൻ പറ്റില്ല. നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അയാളുടെ വശത്ത് അയാളോടൊപ്പം നിൽക്കുന്ന വരുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ആസ് എൻ ആക്ടർ എനിക്കുമുണ്ട്. എനിക്കൊരു ടേക്ക് കഴിയുമ്പം സാറിൻ്റെ അടുത്ത് അത് 1 മോർ പോകണോ വേണോ ഒക്കെ നമുക്ക് ആ ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യം റിഫ്ലക്റ്റ് ചെയ്തിരുന്നു ഡെഫിനറ്റ്ലി പോസിറ്റീവ് വേ. പടക്കുതിരയിൽ ഞാൻ ഏറ്റവും ചെറിഷ് ചെയ്യുന്ന ആസ് എൻ ആക്ടർ എൻ്റെ 1-2 ഷോട്ടുകൾ, എല്ലാ സിനിമയിലും അങ്ങനെ നമുക്ക് ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ കുറേ ഷോട്ടുകളും ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോട്ടൊക്കെ ഉണ്ട് സാറായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത്. ഒരു നടനെന്നുള്ള നിലയിൽ നമുക്ക് പ്രത്യേകിച്ച് ഹ്യൂമർ ഇപ്പം എന്നെ കൊണ്ട് ആരും അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല ഇപ്പം ഈ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയൊരു അവസരം ഉണ്ടായിരുന്നു. ഗോദയിൽ തന്നെ ക്യാപ്റ്റൻ്റെ കഥാപാത്രമായിട്ട് രഞ്ജി സാർ എത്തുന്ന സമയത്ത് അതൊരു മെൻറ്റർ ഇമേജാണ് അവിടെയും വർക്കാവുന്നത്. അത് നിങ്ങളുടെ ഇടയിലുള്ള ഒരു കെമിസ്ട്രീനെ എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ക്യാപ്റ്റൻ ഞങ്ങളോട് ദേഷ്യമായിരുന്നല്ലോ, ഞങ്ങൾക്ക് ഭയമായിരുന്നു. ഞാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എൻ്റെ അമ്മാവനെന്തുവാ സിനിമയിൽ മകനും അനന്തരവനും അനന്തരവനാണ്. അതെ, എൻ്റെ അമ്മാവനാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ പേടിയാണ് ക്യാപ്റ്റനെ എന്നാലും. പക്ഷെ ജീവിതത്തിൽ സാർ വളരെ, ഞാനങ്ങനെ ഇതും റിപ്പീറ്റഡ് ആണെന്നാലും പറയാം, സാറ് നിൽക്കുന്നൊരു സ്റ്റേച്ചർ അല്ലെങ്കിൽ ഒരു പൊസിഷനോ ഫാദർലി ഫിഗറാണ്. എല്ലാ ഏജ് വൈസും എക്സ്പീരിയൻസ് വൈസും ഒക്കെ വിജയ് സീനിയർ പ്രിൻസിപ്പൽ ലെവലാണ്. പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹം തരുന്നൊരു ഇമ്പാക്റ്റ്, ഞാൻ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ 4th ഇയർ സൂപ്പർ സീനിയർ, ആ ഇമ്പാക്റ്റാണ് തരാറ്. അത് കംഫർട്ടബിളാണ്. തിരിച്ചത് എങ്ങനെയാണ്? കൂടെ ഇപ്പം പല തലമുറകളാണല്ലോ ഒന്നിച്ചു വരുന്നത്. തിരിച്ച് ഞാൻ എൻ്റെ മക്കളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അതേ ഒരു ലിബർട്ടിയും ഫ്രീഡവും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം എന്നോട് പ്രായം ഒരു ബാരിയറാണ്, ഞാൻ എഴുതിയ സിനിമകൾ ഒരു ബാരിയറാണ്, ഞാൻ പുറമേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന എൻ്റെ ഒരു ഇമേജ് ഒരു ബാരിയറാണ്. ഇതൊക്കെ ഉണ്ടാവാം. അപ്പോൾ അജു പറഞ്ഞ പോലെ അത് ഞാൻ ബ്രേക്ക് ചെയ്താലേ ബ്രേക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ അതൊരു
എൻ്റെ ഒരു പെർമനൻറ്റ് ടീച്ചറായിട്ട് അതങ്ങനെ നിൽക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവരിലേക്ക് ചെല്ലുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അകത്ത് അത് ബ്രേക്ക് ചെയ്യാനുള്ളൊരു മാർഗം. എനിക്കതിൻ്റെ അകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഞാൻ എൻ്റെ മക്കളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് അവരെൻ്റെ സുഹൃത്തുക്കളാണ് എന്ന നിലയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ളവരോ അതിന് താഴെ പ്രായത്തിലുള്ളവരോ ഒന്നും ഒരു ഇടപഴകാൻ ബുദ്ധിമുട്ടുള്ളൊരു സന്ദർഭം എനിക്കുണ്ടായിട്ടില്ല. സിനിമയിൽ തന്നെ ഇപ്പോൾ പുതുമുഖ സംവിധായകർ ധാരാളം വരുന്നുണ്ട്. അവിടെ പുതിയ മേക്കിംഗ് രീതികൾ വരുന്നുണ്ട്, പുതിയ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എല്ലാം വരുന്നുണ്ട്. അതിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് പറയാറുണ്ട്. അത്തരത്തിലുള്ള മാറ്റം, അതിലേക്കുള്ള ഒരു അഡാപ്റ്റേഷൻ എന്നത് എളുപ്പമായിരുന്നോ? ഞാൻ ചെയ്യുന്ന ആദ്യത്തെ ഓംശാന്തി മുതൽ ഇങ്ങോട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ അത്തരം ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ്. ഞാനല്ലാതെ സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒന്ന് പ്രിയൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, കെ മധുവിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, സത്യനന്ദിക്കാടിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപൂർവം സീനിയർ അല്ലെങ്കിൽ എൻ്റെ ജനറേഷനിലോ അതിൻ്റെ തൊട്ടു മുമ്പുള്ള ജനറേഷനിലോ പെടുന്ന ആളുകളുടെ സിനിമകളിൽ മിക്കവാറും ഒക്കെ കോണ്ടംപററീസാണ്. അത്തരം വളരെ കുറച്ച് സിനിമകളിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ആദ്യ സിനിമ ചെയ്യുന്ന ആളോ രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന ആളോ ഒക്കെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഡാപ്റ്റേഷൻ്റെ പ്രശ്നം ഒരിക്കലും തോന്നിയിട്ടില്ല. അതിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ മുമ്പുള്ള സിനിമാ സെറ്റുകളിൽ നിന്ന് പുതിയ സെറ്റുകൾ മാറുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പല രീതികളിലായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഹൈറാർക്കിയിൽ മാറ്റങ്ങൾ വരാറുണ്ട്. ഉപയോഗിക്കുന്ന ടെക്നിക്കുകളിൽ, ഉപകരണങ്ങളിലൊക്കെ ഈ മാറ്റങ്ങൾ വരാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഞങ്ങൾ സിനിമ ചെയ്തിരുന്ന കാലത്ത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുക, മൂവിയോളിലാണ് എഡിറ്റ് ചെയ്യുക. ഈ നമ്മളിന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ഡിജിറ്റലൈസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകമേ അല്ല. അത് വേറൊരു ലോകമായിരുന്നു അത്തരം സിനിമകളുടെ. എല്ലാം ടെക്നോളജി ഹാസ് ചേഞ്ച്ഡ്. അത് ചേഞ്ചാണ്. ദ എൻറ്റയർ സീൻ ഹാസ് ചേഞ്ച്ഡ്. പണ്ട് ഒരു ഡബിങ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ തിയേറ്ററാണ്. ഇന്നൊരു ക്യൂബിക്കിള് മതി. പണ്ടൊരു മിക്സിംഗ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 70mm തിയേറ്ററാണ്. ഇപ്പോൾ അത് ആവശ്യമില്ല. കുറച്ച് പണ്ട് ഒരു മ്യൂസിക് കമ്പോസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹാള് നിറച്ച് 10-15 വയലിനിസ്റ്റ്, അതുപോലെ തന്നെ ഒരു സാധാരണ തികച്ചും സാധാരണ സിനിമയുടെ മ്യൂസിക് റെക്കോർഡിങ് നടക്കുമ്പോൾ അല്ലെങ്കിൽ റീ റെക്കോർഡിങ് നടക്കുമ്പോൾ 50-60 ബൈക്കുകൾ നമുക്ക് പുറത്ത് കാണാം ഒരു ഹാളിൻ്റെ. അത്രയധികം ടെക്നീഷ്യൻസ് വേണം. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു കീബോർഡ് പ്ലെയറും ബാക്കി ഒരു കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ ഒരു ചെറിയ മുറിക്കകത്തിരുന്നിട്ട് ഒരു സിനിമ റീ റെക്കോർഡ് ചെയ്യാം. എഫക്ട്സ് മിക്സ് ചെയ്യുന്നത് അങ്ങനെ ഒരു തിയേറ്ററിലാണ്. ഒരു വലിയ തിയേറ്ററിലിരുന്നിട്ടാണ് ഈ സൗണ്ട് എഫക്ട്സ് മൊത്തം ചെയ്യുന്നത്. അതെല്ലാം ഓരോരോ ട്രാക്കായിട്ടാണ് ചെയ്യുന്നത്. ഡബ് ചെയ്യുമ്പോൾ മോണോ ആണ്, സ്റ്റീരിയോ ഇല്ല. ഒരു ട്രാക്ക് ഫിലിമിലാണ്, ഇത് സൗണ്ടും റെക്കോർഡ് ചെയ്യുന്നത് ടേപ്പിലാണ്. ഇന്നത്തെ സിങ്കൻ്റെ മാത്രമല്ല, അതിനു മുമ്പുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സീനിൽ അഭിനയിക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് ഡബ് ചെയ്യണം. പണ്ട് സീനിൽ അഭിനയിക്കുന്ന ആളുകൾ ഒരുമിച്ച് ഒരു ഡബിങ് തിയേറ്ററിൽ നിന്നിട്ട് ഡബ് ചെയ്യണം. അല്ലാതെ ഓരോ ആൾക്കും ഒരു ട്രാക്ക് വെച്ചില്ല. ആ ട്രാക്ക് ഇപ്പോൾ ഡബ് ചെയ്ത ട്രാക്കുകൾ കൊണ്ടുപോയി അതെല്ലാം കൂടെ ഒരു ഫൈനൽ ടേപ്പിലേക്ക് മാറ്റി, അത് പിന്നെ കൊണ്ടുപോയി സൗണ്ട് മാഗ്നറ്റിക് ടേപ്പിലേക്ക് മാറ്റി, റീ റെക്കോർഡിംഗ് ട്രാക്ക്, എഫക്ട്സ് ട്രാക്ക്, ഡയലോഗ്സ് ട്രാക്ക്, ഈ ട്രാക്കുകളെല്ലാം കൊണ്ടുപോയി വേറെ മിക്സ് ചെയ്തിട്ട് അത് വേറെ ഒന്നിലാക്കിയിട്ട് അത് കൊണ്ടുപോയി സൗണ്ട് പോസിറ്റീവായിട്ട് മാച്ച് ചെയ്തിട്ട് പിന്നെ അത് കൊണ്ടുപോയി നെഗറ്റീവിൽ സിങ്ക് ചെയ്തിട്ട് പ്രിൻ്റ് അടിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ദ പ്രൊസീജിയർ വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഉള്ള ആളുകൾക്ക് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് പോലും ഓർമ്മിക്കാൻ പറ്റാത്ത തരത്തിൽ സിനിമയുടെ സാങ്കേതികത മുഴുവൻ മാറി. പണ്ട് ഒരു ഡയറക്ടറും ഒരു അസോസിയേറ്റും മാക്സിമം 3-4 അസിസ്റ്റൻസുമാണ് ഉണ്ടാവുക. ഒരു ലബ്ധപ്രതിഷ്ഠനായിട്ടുള്ള ഒരു സംവിധായകൻ്റെ അസിസ്റ്റൻ്റായി മാറുക എന്ന് പറഞ്ഞാൽ വലിയ ശുപാർശ വേണം,
അന്നത്തെ കാലത്ത് വല്ല പ്രേം നസീറിൻ്റെയൊക്കെ കത്തുമായിട്ടൊക്കെ പോയിട്ടാണ് ആരെങ്കിലുമൊക്കെ വല്ല പ്രേം നസീർ എന്ന് ഞാൻ പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആരുടെയെങ്കിലും ഒരു നിർമ്മാതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു നടൻ്റെയോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെയൊക്കെ ഒരു ശുപാർശ കത്തില്ലാതെ ഒരാൾക്ക് സിനിമയിലേക്ക് പ്രവേശനം പോലും കിട്ടില്ല. ഇതാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ കുടമ്പക്കത്തെ ആ കാലത്തെ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ വീടിൻ്റെ വാതിൽക്ക് പോയി നിൽക്കും ഒരു ദർശനം കിട്ടാൻ. ഇപ്പോൾ ഒരു ഡയറക്ടർ വരുന്ന ഒരു ടീമുമായിട്ടാണ്. ഇവരെല്ലാവരും ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. മറ്റേത് പണ്ട് ഇപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഞാനെവിടെയോ പോയിരുന്ന് 5-6 മാസം ഏതെങ്കിലും വലിയ മനുഷ്യവാസമോ മനുഷ്യശല്യമോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് കൊണ്ടുവന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഡയറക്ടർ വരും, ഡിസ്കസ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സിനിമ അതിൻ്റെ ലോകം സമ്പൂർണ്ണമായിട്ട് നവീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും. മുൻപൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രേമത്തിന്റെയും ഓം ശാന്തി ഓശാന്തിന്റെയും ഒന്നും സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇത് വർക്കാവോ എന്നുള്ളത് അറിയാതെ സംശയിച്ച് നിന്ന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ പ്രേമത്തിൻ്റെ വായിച്ചിട്ട് ഞാൻ അൽഫോൺസിനോട് ചോദിച്ചു ഇതെങ്ങനെയാണോ ഈ സിനിമ. അപ്പോൾ സാറ് അത് ഇപ്പോൾ അങ്ങനെയാണ് സിനിമ. അത് എനിക്ക് അവിടേക്ക് ഞാൻ എത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ ഓടും എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഓം ശാന്തി വായിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു സിനിമ ഉണ്ടാക്കിയാൽ എന്തായിത്തീരും. ആസ്വാദനത്തിലും അപ്പോൾ ആ ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നില്ലേ? ആസ്വാദനം മാറുന്നത്, ആസ്വാദകനെ മാറ്റുന്നത് സിനിമയാണ്. ആസ്വാദനം ആദ്യം മാറിയിട്ട് സിനിമ മാറുകയല്ല. ആസ്വാദകൻ്റെ അതുവരെയുള്ള സെൻസിബിലിറ്റിയെ മാറ്റിമറിക്കുന്ന ഒരു സിനിമ വരുമ്പോഴാണ് ആസ്വാദനം മാറുന്നത്. അതുവരെ ശീലിച്ച ഒരു പാതയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പന്ഥാവിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഒരു പ്രേക്ഷകനെ നിർബന്ധിതനാക്കുന്ന ഒരു സിനിമ ഉണ്ടാകുമ്പോഴാണ് ഒരു റെവല്യൂഷൻ ഉണ്ടാകുന്നത്. മലയാള സിനിമയിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിട്ടുള്ള, ഏറ്റവും പുതിയതായി സംഭവിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ദശകം കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാൽ ട്രെൻഡുകളില്ല, ട്രെൻഡ് സെറ്റേഴ്സും ഇല്ല. നമ്മളൊക്കെ സിനിമ ചെയ്യുന്ന കാലത്ത് നമ്മളൊരു സിനിമയിലൂടെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയാൽ പിന്നെ കുറച്ചു കാലം സിനിമ ആ വഴിക്ക് സഞ്ചരിക്കും. രാഷ്ട്രീയ സിനിമകൾ, ഇപ്പോൾ ഞാൻ എഴുതിയ സിനിമകൾ അങ്ങനെ സ്വീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അത്തരം രാഷ്ട്രീയ സിനിമകൾ ഉണ്ടാക്കാൻ കുറേ ആളുകൾ പരിശ്രമിക്കും. ഹ്യൂമർ വീണ്ടും ആ കാലത്ത് ഈ ഫാമിലി ഡ്രാമകളിൽ നിന്ന് ഹ്യൂമറിലേക്ക് സിനിമ മാറുന്നൊരു കാലമുണ്ട്. ഇപ്പോൾ ഐ വി ശശിയെ പോലെ ഒരു സംവിധായകൻ വന്ന് അതുവരെ ഉണ്ടായിരുന്നൊരു മലയാളത്തിൻ്റെ എല്ലാ സെൻസിബിലിറ്റിയെയും മാറ്റിമറിക്കുന്ന തരത്തിലുള്ള കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തു. 100-ലധികം സിനിമകൾ. അതിൽ ഓൾമോസ്റ്റ് ഒരു 80% സിനിമകളും അതാത് കാലങ്ങളിലെ ഏറ്റവും വലിയ ഹിറ്റുകളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ വന്ന് ആദ്യമായിട്ട് ഒരു സംവിധായകൻ്റെ പേര് നോക്കിയിട്ട് ആളുകൾ തിയേറ്ററിൽ കയറാൻ തുടങ്ങി. അതിനു മുമ്പ് വലിയ സംവിധായകരുണ്ട്, കമേഴ്ഷ്യലായിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന, ഇപ്പോൾ സേതുമാധവൻ സാറിനെ പോലെയുള്ള അല്ലെങ്കിൽ ശശികുമാർ സാറിനെയൊക്കെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഐ വി ശശി എന്ന് പറയുന്നൊരു സിനിമ സംവിധായകൻ വന്നു. ഐ വി ശശി എന്ന് പോസ്റ്ററിൽ എഴുതിയത് കണ്ടിട്ട് അതിൽ ആരഭിനയിക്കുന്നു എന്ന് നോക്കാതെ ആളുകൾ തിയേറ്ററിലേക്ക് പോകാൻ തുടങ്ങി. അദ്ദേഹമായിരുന്നു മലയാളത്തിലെ ഒരു കമേഴ്ഷ്യൽ സിനിമയിലെ ആദ്യത്തെ ഒരു ട്രെൻഡ് സെറ്റർ എന്ന് പറയാവുന്ന ആൾ. അതിനുശേഷം ഷാജി കൈലാസിനെ പോലെയുള്ള ആളുകൾ വന്നപ്പോൾ അതുവരെയുള്ള ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു കമേഴ്ഷ്യൽ ട്രെൻഡ് ഉണ്ടാക്കി. ഇപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റർ എന്ന് നമുക്കൊരു സിനിമയെ വിളിക്കാൻ പറ്റില്ല. അതിനെ ഇപ്പോഴും ബ്രേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ? നിരന്തരം സിനിമ സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സിനിമയെ നവീകരിക്കുന്ന കാഴ്ചപ്പാടുകളുമായി, സങ്കല്പങ്ങളുമായി, സ്വപ്നങ്ങളുമായി പുതിയ പുതിയ ആളുകൾ. പണ്ട് മലയാളത്തിൽ എത്ര സംവിധായകരുണ്ടായിരിക്കും? ലൈവായിട്ട് 10-15 പേരുണ്ടാവും. 15 പേരിൽ നിരന്തരം സക്സസ് ഉണ്ടാക്കുന്ന 3-4 ആളുകളുണ്ടാവും. വളരെ കുറച്ച് നടന്മാർ, നായക നടന്മാർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ. അല്ലാതെയുള്ള പരീക്ഷണങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ലാത്ത തരത്തിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള താരങ്ങളെയും സംവിധായകരെയും എഴുത്തുകാരെയും മാസ്റ്റർ സമ്പളത്തിന് വയ്ക്കുന്ന പ്രൊഡക്ഷൻ ഹൗസുകൾ. മലയാളത്തിൽ വിരലിലുണ്ടാവുന്ന പ്രൊഡക്ഷൻ ഹൗസുകളേ ഉള്ളൂ ഒരു കാലത്ത്. ഇപ്പം അങ്ങനെയല്ല. ഒരു വർഷം 200 സിനിമകൾ ഉണ്ടാവുകയും അതിൽ ഒരു 190 പേരെങ്കിലും ആദ്യ സിനിമ ചെയ്യുന്നവരും ആകുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ബിക്കം സോ ഈസി.
പണ്ട് സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിലിം എന്ന് പറയുന്നത് സിനിമയിലെ ഈ ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം ഫിലിമാണ്. ഒരു ഷോട്ട് രണ്ടാമത് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം തീർന്നു എന്ന് പറഞ്ഞാൽ മതി. റിഹേഴ്സൽ ചെയ്ത് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഫിലിം വേസ്റ്റ് ആയാൽ പിന്നെ ആ ആർട്ടിസ്റ്റിനെ ആ സെറ്റിലുള്ള ആളുകൾ കാണുന്നത് ഇയാൾ ഫിലിം തിന്നാൻ വന്നിരിക്കുകയാണല്ലോ എന്ന് പറയും. അപ്പോൾ അത്രയും പ്രഷ്യസാണ് സിനിമ. ഇപ്പം അങ്ങനെയല്ല, നിങ്ങൾക്ക് എത്ര റിഹേഴ്സൽ വേണമെങ്കിൽ ചെയ്യാം, എത്ര തവണ വേണമെങ്കിൽ നമുക്ക് എനിക്ക് വേണമെങ്കിൽ ആവശ്യമില്ല ഒന്നുകൂടെ എടുക്കാം. 10ഉം 15ഉം ടേക്ക് പോകുന്നതിനൊന്നും ഒരു അസ്വാഭാവികതയും ആരും കാണുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 15 ടേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ എത്ര, അതും എൻ്റെ പോലത്തെ സിനിമകൾ ഒരാൾ ഇപ്പോൾ ഒരു പ്രധാന നടൻ അല്ലെങ്കിൽ ആ രംഗത്ത് ഏറ്റവും പ്രോമിനൻസ് ഉള്ള കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്ന നടനാണെങ്കിൽ ചിലപ്പോൾ ഒരു 15 പേജ് ഡയലോഗ് പറയാനുണ്ടാവും. ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. അപ്പോൾ അത് മുഴുവൻ കാണാതെ പഠിച്ചിട്ട് നിന്നിട്ട് ഒരാൾക്ക് പെർഫോം ചെയ്യേണ്ടി വരും. ഇത്രയും സമൃദ്ധമായിട്ട് ഷോട്ടുകൾ എടുക്കാൻ പറ്റില്ല. കാരണം ഫിലിം എന്ന് പറയുന്ന ഏറ്റവും വില കൂടിയ ഒരു റോ മെറ്റീരിയലിൻ്റെ റെസ്ട്രിക്ഷൻസ് അതിനകത്തു നിന്നുകൊണ്ട് മാത്രമേ സിനിമ എടുക്കാൻ പറ്റുള്ളൂ. ഒരാൾ ആഗ്രഹിച്ചാൽ പോലും അയാൾക്ക് രണ്ടാമതൊരു ഷോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ്, വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ എപ്പോഴെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലില്ല, അത് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അതെ, ഇപ്പോൾ അങ്ങനെ ഒരു അതിന് പ്രാപ്തിയുള്ള ഒരാൾക്ക് വേണ്ടിയായിരിക്കുമല്ലോ നമ്മളത് എഴുതുക. ഒരാൾക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് എങ്കിൽ അത് വേണ്ടി വരുന്നില്ല. അങ്ങനൊരു സാഹചര്യം ഉണ്ടാവാറേയില്ല. അജയനെ സംബന്ധിച്ചിടത്തോളം സിനിമ മറ്റൊരു വേവിലേക്ക് മാറിയതിന് ശേഷം എത്തിയൊരു താരം കൂടെയാണ്. ഇപ്പം മലർവാടി ആണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രെൻഡ് ചേഞ്ച് കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു. അവിടെ നിന്നും ഇപ്പം ഇങ്ങോട്ട് പലതരം മേക്കേഴ്സ് വരുന്നു, അവരുടെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ ഉണ്ടാവുന്നു, അതെല്ലാം പരീക്ഷിക്കപ്പെടുന്നു. സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലെജൻഡറി ആയിട്ടുള്ള സംവിധായകർക്കൊപ്പവും ആക്ടേഴ്സിനൊപ്പവും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഒരു യാത്രയിൽ ഇപ്പോൾ പറഞ്ഞ മാറ്റങ്ങളൊക്കെ കണ്ടു വന്നിട്ടുള്ള ഒരാൾ കൂടെയാണല്ലോ, അതിൻ്റെയൊക്കെ കൂടെ നിന്ന ആൾ കൂടെയാണല്ലോ. അജയൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ അതെങ്ങനെയാണ്, ആ ഒരു മാറ്റം എങ്ങനെയാണ്? ഞാനൊരു 4-5 സിനിമ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നന്നായി ഫിലിം മാറിയത്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു, എന്താണെന്ന് എൻ്റെ ഇതറിഞ്ഞു. അത് എനിക്ക് സാറ് പറയുന്നതുകൊണ്ട് റിലേറ്റബിളാണ്. ഡയലോഗ് ഡിസിപ്ലിൻ തന്നെ വേറെയാണ്. ഞാൻ ഓർക്കുന്നു മലർവാടിയും തട്ടവും ഒക്കെ അങ്ങനെ ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമകൾ ഡിസിപ്ലിൻ വേറെയായിരുന്നു. റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു, തെറ്റുകൾ വരുത്താതിരിക്കാനുള്ള കോൺഷ്യസ് ഭയമുണ്ടായിരുന്നു. ഡിജിറ്റൽ ആയപ്പോഴത്തേക്കും ഭയം പോയി, വിച്ച് ഹെൽപ്പ് മീ ആസ് എൻ ആക്ടർ. ഡെഫിനറ്റ്ലി ആ ഭയം ഈ ജോലിയെ തടയുന്നുണ്ടായിരുന്നു കുറേയൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ എല്ലാം ടെക്നോളജി ബെറ്റർ ആകുമ്പം സൗകര്യങ്ങൾ കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടിയേ പറ്റുമല്ലോ, നാച്ചുറലി അല്ലേ? സൗകര്യങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് അതിപ്പോൾ സംഭവിച്ചു തുടങ്ങി. ഇന്നിപ്പോൾ 2020 അല്ലെങ്കിൽ 2010 പാസഞ്ചർ എന്നൊക്കെ ഒരു സിനിമ തൊട്ട് നമുക്ക് കണക്കാക്കാം. സോൾട്ട് ആൻഡ് പെപ്പർ, ഋതു ഷംസാറിൻ്റെ അവിടെ നിന്നൊക്കെ തുടക്കം ഒരു മാറ്റമുള്ള വിഷ്വൽസ് വന്നു തുടങ്ങി. 22 FK വന്ന് വിഷയങ്ങൾ മാറാൻ തുടങ്ങിയല്ലോ. സാറ് പറഞ്ഞ പോലെ ഒരു 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 മുന്നേ ഒരു പാറ്റേൺ ഫോർമുല ഡ്രിവൺ സിനിമകൾ മാറി തുടങ്ങി അല്ലേ? അവിടെ നിന്ന് എക്സ്പെരിമെൻറ്റ്സ് തുടങ്ങി. അങ്ങനെ വന്ന് ഇന്ന് 25 ആയി നിൽക്കുമ്പം ഇത് സാധ്യമാകുന്നത് ഈ അപ്ഡേഷൻ അല്ലെങ്കിൽ അപ്ഗ്രഡേഷൻ വരുന്നത് കൊണ്ട് അതിന് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാലേ അത് സാധ്യമാവുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് പറ്റില്ല. കാര്യം നമ്മളുടെ 10 മടങ്ങ് ഫെസിലിറ്റീസും ബഡ്ജറ്റിലുമാണ് തൊട്ടയൽവക്കത്തുള്ള എല്ലാ ഇൻഡസ്ട്രീസും കളിക്കുന്നത്. നമ്മളിവിടെ ഇപ്പോഴും നമ്മളുടെ അത്രയും വലിയൊരു വിഷനുണ്ട്. അത് പെർഫെക്റ്റ് എപ്പോഴും നടന്മാരെ കൊണ്ടല്ല നടക്കുന്നത്, ടെക്നീഷ്യൻസിനെ കൊണ്ടാണ്. ഈ എക്യുപ്പ് ചെയ്യുന്ന ആരാണ്? ടെക്നീഷ്യൻസ് ആണല്ലോ. ഒരു ഡയറക്ടർ തൊട്ട് ഏത് ടെക്നീഷ്യനും അവർ വെൽ എക്യുപ്ഡ് ആകുമ്പോഴാണല്ലോ നടൻ ചെയ്യുന്നത് മറ്റുള്ളവരിലോട്ട് പ്രോപ്പറായിട്ട് എത്തുള്ളൂ. സോ നല്ലതാണ് ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ്, പക്ഷെ അതിനനുസരിച്ച് നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളുടെ ലിമിറ്റ്സിനെ.
അജുചേട്ടൻ്റെ കഥാപാത്രങ്ങളിലും ആ ഒരു മാറ്റം കാണാൻ പറ്റും. സ്വയം പുഷ് ചെയ്യുന്നതിൻ്റെ ഇപ്പം ഈ ഒരു വർഷത്തിൽ തന്നെ ആദ്യം ഇറങ്ങിയത് ഐഡൻറ്റിറ്റി ആയിരുന്നല്ലോ. അതിലെ കഥാപാത്രം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേവിൽ പോകുന്ന കഥാപാത്രമാണ്. ഭയങ്കര പക്വമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. അപ്പം മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളുമായിട്ട് ഒരു താരതമ്യത്തിനുള്ള ഒരു അവസരം പോലും നൽകാത്ത വിധം തിരഞ്ഞെടുപ്പുകൾ മാറുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയധികം കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത് കൊണ്ട് സ്വയം അല്ലെങ്കിൽ മനഃപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ഒരു മാറ്റമാണോ? കുറച്ചുകൂടി കോവിഡിൻ്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ് ഇൻട്രോസ്പെക്റ്റീവ് സെൽഫ് റെട്രോസ്പെക്റ്റീവ് നമ്മൾ തന്നെ ഫീൽ ചെയ്യില്ലേ? നമ്മളെല്ലാവരും ഉള്ളിലോട്ട് ചിന്തിച്ചില്ലേ ഇത്രയും കാലം എന്ത് ചെയ്തു? അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചത് ഇത്രയും കാലം അഭിനയിച്ചു, ബാങ്ക് ബാലൻസ് ഇല്ല, നടനെന്നുള്ള പേരില്ല, രണ്ടുമില്ല, എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരെണ്ണം ശ്രദ്ധിച്ച് തുടങ്ങാം. അപ്പോൾ മറ്റേ കാശെന്ന് പറയാൻ ഭയങ്കര അതിൻ്റെ പുറകെ പോണ ആളല്ല ഞാൻ. എനിക്ക് ആവശ്യമാണ്, ഇഷ്ടമാണ്, ഒക്കെയാണ്. പക്ഷേ കുറച്ചും കൂടി ഞാൻ അതിൽ ട്രിപ്പ് ചെയ്യുന്ന ആളല്ല. കുറേ കാശ് എൻ്റെ കയ്യിലുണ്ടെന്ന് വെച്ച് എനിക്കൊരു എക്സ്ട്രാ കോൺഫിഡൻസും സന്തോഷവും ഫീൽ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ജോലിയിൽ നമുക്ക് കുറച്ചും കൂടി എഫേർട്ടും സമയവും ഒക്കെ എടുത്താൽ അത് എനിക്ക് ചെയ്തിട്ട് പോയി കിടക്കുന്നൊരു ദിവസം ചിലപ്പോൾ ഞാനൊരു 2 ദിവസം ചിലപ്പോൾ ഞാൻ അത് സന്തോഷിക്കും. അക്കൗണ്ടിൽ കാശ് വരുമ്പോൾ അത് നെക്സ്റ്റ് നമ്മൾ ചിലവാക്കുന്ന ഇപ്പോൾ സന്തോഷം പോയില്ലോ. വരുമ്പോൾ നല്ല സന്തോഷമാണ് ക്രെഡിറ്റ് ആകുമ്പോൾ. പക്ഷേ ചിലവായി കഴിയുമ്പോൾ പിന്നെ ആ സന്തോഷമില്ല. മറ്റേത് ആർക്കും വിദ്യാഭ്യാസം പോലെ പണ്ടെല്ലാവരും പറയില്ലേ, ആർക്കും കട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. ആ സന്തോഷം എനിക്കിതിൽ കണ്ടെത്താൻ ഞാൻ ഡിസൈഡ് ചെയ്തതാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലായിരുന്നു നമ്മൾ മുന്നേ ചെയ്തതായിട്ടുള്ള ഷെയ്ഡ്സിലുള്ള വേഷങ്ങൾ വരികയാണെങ്കിൽ അതിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പക്ഷേ ടെംപ്ലേറ്റ് ഉണ്ടാവാം, നമ്മൾ എക്സാക്റ്റ് റെപ്ലിക്ക പാടില്ല എന്ന് തീരുമാനിച്ചു. ഈ സൈഡ് കിക്ക് ചെയ്യുന്നതുകൊണ്ടല്ല, എന്നാൽ മുന്നേ ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസം വേണം. ഇന്ന് ഞാൻ പണ്ടും കോൺഷ്യസ് അല്ല, ലെങ്ത് ഓഫ് സ്ക്രീൻ ടൈം ഞാൻ കോൺഷ്യസ് അല്ല. ഒരു കഥാപാത്രത്തിന് ഒരു സീൻ മതിയെങ്കിൽ ആ ഒരു സീൻ കോൺട്രിബ്യൂട്ട് ചെയ്യണം കഥാഗതിയിൽ. ഫോർ എക്സാമ്പിൾ ആടെന്ന് പറഞ്ഞ സിനിമയിൽ പൊന്നപ്പൻ ഒരു സീനേ ഉള്ളൂ. പൊന്നപ്പൻ പക്ഷേ ആ ആടിൽ വന്ന് ഒരു തെണ്ടിത്തരം കാണിക്കുന്നുണ്ട്, മതി. അതിപ്പോൾ നല്ലതോ നെഗറ്റീവ് പോസിറ്റീവ് ആക്ട് എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കോൺഷ്യസ്ലി എടുത്ത തീരുമാനം. പക്ഷെ ചൂസ് ചെയ്യാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ജോലിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ശീലിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട്. നമുക്ക് എല്ലാ ദിവസവും മുന്നെയാണെന്ന് പറഞ്ഞാൽ കോവിഡിന് മുന്നേ വരെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹിച്ചാൽ ഞാൻ മിക്ക ദിവസവും അഭിനയിച്ചു, ആക്ച്വലി സ്പീക്കിംഗ്. അപ്പം പിന്നെ ഈ തീരുമാനം എടുത്തതിന് ശേഷം മിക്ക ദിവസവും അഭിനയിക്കുന്നില്ല. പക്ഷേ കിട്ടുന്ന സമയത്ത് സംവിധായകരോടൊപ്പം ഞാൻ ഇൻട്രാക്ട് ചെയ്ത് അവർക്കെന്താ വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഫുൾ തിരക്കഥ കേട്ടാൽ എനിക്ക് മറന്നു ഞാൻ. അതെൻ്റെ ഒരു പ്രോബ്ലമാണ്. അത് ഇപ്പോൾ പഠിക്കാത്തത് അതുകൊണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അവർ പറയുന്നതാണ് ഈ ഷോട്ടിൽ വേണ്ടത്. അത് അവരിൽ നിന്ന് ഫ്രഷായിട്ട് കിട്ടുന്നതായിരുന്നു എനിക്കെപ്പോഴും. അത് ഞാൻ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോവുക. അതാണ് എൻ്റെ ഒരു പ്രാക്ടീസ്. വലിയ തിരക്കഥ മറന്നു പോകുന്ന അവസ്ഥകളിൽ എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും രഞ്ജി പണിക്കർ സാറിൻ്റെ ഡയലോഗുകളൊക്കെ സ്ക്രീനിൽ പറയണം എന്നുള്ളത്? പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഒരിക്കലെങ്കിലും രഞ്ജി പണിക്കർ സാറിൻ്റെ മാസ് ഡയലോഗുകളൊക്കെ സ്ക്രീനിന് മുമ്പിൽ വന്നു നിന്നിട്ട് പറയണമെന്നുള്ള ആഗ്രഹം പങ്കുവച്ചിട്ടുണ്ട് ധാരാളം പേർ. ആ ഒരു പെർസ്പെക്റ്റീവിലാണിത് ചോദിക്കുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ല, ഞാൻ അങ്ങനെ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് എൻ്റെ ഡയലോഗ്സ് പഠിക്കാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അത് ഇച്ചിരി ലെങ്തി ആണെങ്കിൽ പോലും അതൊരു ഡയലോഗ് എന്നുള്ള നിലയ്ക്ക് അത് കാണാതെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ആർക്കും. എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് സാറിൻ്റെയും വേണം നമ്മുടെ അപ്പനെന്ന് പേരുള്ളതിൻ്റെ രണ്ട് ഋദ്ധമാണ്. ഋദ്ധം 2 മീറ്ററാണ്. മീറ്ററാണ്. എന്നാൽ രണ്ടും പേജ് കണക്കിന് വരും. ഇന്ന് രണ്ടും സ്ട്രോങ് ആണ്. ഇത് സാറ് ആ കൈകളിലെ സാറ് കൊടുക്കുള്ളൂ. ശ്രദ്ധിച്ചാറേ, ഇവർ രണ്ടുപേരും അതത് കൈകളിലെ കൊടുക്കുള്ളല്ലോ. അത് പൊക്കാൻ പറ്റുന്നവർക്കേ കൊടുക്കുള്ളൂ, അല്ലാത്തവർക്ക് ഇതെടുത്താൽ പൊങ്ങില്ലല്ലോ. എടുത്താൽ അത് മുഴച്ചു നിൽക്കും. നമ്മൾ ഡബ് സ്മാഷ് എന്താണ് പണ്ട് നമ്മൾ ഡബ് സ്മാഷ് അല്ലേ ഉണ്ടായിരുന്നത് ഇതിന് മുന്നേ?
അതിൽ പാളിപ്പോണ എത്ര വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ എടുത്ത് പൊക്കാൻ നോക്കിയിട്ട്. മുമ്പൊരു കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് വിദേശ സിനിമകൾ കാണുക, അതൊക്കെ പഠിക്കുക, അതൊക്കെ പ്രയാസമുള്ള കാര്യമായിരുന്നല്ലോ. അത്തരം സിനിമകൾ അവൈലബിൾ ആയിരുന്നില്ല. ഇന്ന് നമുക്ക് ഒരുപാട് ലോകം വിശാലമാവുകയാണ്, വിവിധ ദേശങ്ങളിലുള്ള സിനിമകൾ കാണാൻ പറ്റുന്നുണ്ട്, ലെജൻഡറി ആയിട്ടുള്ള മേക്കേഴ്സിൻ്റെ മാസ്റ്റർ ക്ലാസ്സുകൾ കേൾക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടാകുന്നുണ്ട്, കുറച്ചുകൂടെ പഠിക്കാനുള്ള പാഠപുസ്തകങ്ങൾ അവൈലബിൾ ആവുകയാണ്. ഇതൊന്നും ഇല്ലാത്ത, ഇതൊക്കെ ലിമിറ്റഡ് ആയിരുന്ന ഒരു കാലഘട്ടത്താണ് ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ കൊണ്ടുവരുന്നത്. അതിനൊക്കെ ബാക്കപ്പ് ചെയ്യാൻ എന്തായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? അത് ഈസി അല്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഈസി അല്ലാത്ത എന്തിനോടും നമുക്ക് വലിയ ക്വസ്റ്റ് ഉണ്ടാവും, നമ്മൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യും. ഇപ്പോൾ എനിക്കൊരു പുസ്തകം വായിക്കണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ലൈബ്രറിയിൽ പോയിരുന്നിട്ട് അതിൻ്റെ റെഫറൻസ് വിഭാഗത്തിൽ പോയി ആ പുസ്തകത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് എൻ്റെ ഊഴത്തിനത് വായിച്ച് തീർക്കണം. അങ്ങനെയാണ് നമ്മൾ ലിറ്ററേച്ചർ വായിച്ചിട്ടുള്ളത്. എല്ലാ ലൈബ്രറികളിലും ഇല്ല. റെഫറൻസ് പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ അത്രയും കനപ്പെട്ട ലൈബ്രറികളിൽ പോകണം. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ അന്ന് ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറി പോകണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പോകണം. അവിടെ ഉള്ളൂ നമുക്കൊരു റെഫറൻസിന് പോകാൻ പറ്റിയ ആധികാരികതയുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആവുന്നത്. അതുപോലെ തന്നെ സിനിമകൾ അവൈലബിൾ ആവുന്നത് ഫിലിം സൊസൈറ്റികൾ ഉണ്ടായി വന്നതിന് ശേഷമാണ്. അല്ലാതെ നഗരത്തിലെ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ 1-2 ദിവസം ഇംഗ്ലീഷ് സിനിമകൾ വന്നു പോകും. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് പറ്റിയെന്നിരിക്കില്ല. പിന്നീട് ഫെസ്റ്റിവൽസിൽ സിനിമകൾ വരാൻ തുടങ്ങുമ്പോഴാണ് സിനിമകളുടെ വിശാലമായ ഒരു പുതിയ ലോകം, നമുക്ക് അപ്രാപ്യവും അജ്ഞാതവുമായ ഒരു ലോകമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നതും അതിനെ അന്വേഷിച്ചുള്ള ഒരു യാത്ര ആരംഭിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യൻ ക്ലാസിക്കുകൾ തന്നെ വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ കിട്ടുള്ളൂ. വിദേശ ക്ലാസിക്കുകൾ എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച ആളുകൾക്ക്, അല്ലെങ്കിൽ കുറച്ച് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളുകൾക്ക്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഫിലിം അപ്രീസിയേഷൻ കോഴ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ലിമിറ്റേഷൻ എടുക്കുന്നത്, ഇപ്പോൾ ഐ വി ശശിക്ക് സമൃദ്ധമായിട്ട് ഫിലിം കിട്ടുമായിരുന്നെങ്കിൽ കെ ജി ജോർജിന് കിട്ടുന്നത് കാരണം കമേഴ്ഷ്യലായിട്ട് ഒരു തിയേറ്റർ ഗ്യാരണ്ടി ഉള്ളതല്ലാത്ത സിനിമകൾ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നത് വളരെ തുച്ഛം റീലുകളിലായിരിക്കും, റോളുകളായിരിക്കും, ഫിലിം റോളുകൾ, ക്യാനുകൾ എന്ന് പറയും, ക്യാനിലാണെന്ന് വരുന്നത്. അത്രയും ഏറ്റവും ദൗർലഭ്യം അനുഭവിച്ചുകൊണ്ടാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കുകൾ ഈ പറയുന്ന ചലച്ചിത്രകാരന്മാരുണ്ടാക്കിയിട്ടുള്ളത്. അത് ഈ ദൗർലഭ്യം മനുഷ്യന് ഉണ്ടാക്കുന്നൊരു, ഇപ്പോൾ ഭക്ഷണമില്ലാത്തവന് ഭക്ഷണത്തിനോടുള്ളൊരു ആർത്തി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് റിസോഴ്സസും ഫെസിലിറ്റീസും ഇല്ലാത്തവന് അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ലൈറ്റുകളില്ല, ചെറിയ ക്യാമറകൾ, ഏറ്റവും വാടക കുറഞ്ഞ ക്യാമറകളിലാണ് ഇവിടുത്തെ ഏറ്റവും ഗംഭീര സിനിമകൾ നമ്മളുടെ സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾ ആലോചിക്കണം. സോ നമുക്ക് സമൃദ്ധമായ റിസോഴ്സസ് ഉള്ളപ്പോൾ നമുക്ക് ഈ പറയുന്ന മലയാളത്തിലെ അന്ധകാലത്തെ ബ്രഹ്മാണ്ഡ സിനിമകളെല്ലാം 40-45 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളവരാണ്. എല്ലാം 3 മണിക്കൂറുള്ള സിനിമകളായിരിക്കും. അപ്പോൾ അന്ന് ഈ ദൗർലഭ്യമാണ് ഈ ക്രേവിങ് ഉണ്ടാക്കുന്നത്. അതിനെ അതിജീവിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് ഇല്ലായ്മയാണ്. ആ ഇല്ലായ്മകളിലുണ്ടായ സിനിമകൾക്ക് അതിൻ്റേതായ വലിയ പ്രസക്തിയുണ്ട്. അതേപോലെ ഇപ്പോൾ കെ ജി ജോർജിനെ പോലെ ഒരു മാസ്റ്റർ ഫിലിം മേക്കർ, മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ക്രാഫ്റ്റ്സ്മാൻ, മികച്ച തിരക്കഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഏറ്റവും ലിമിറ്റഡ് റിസോഴ്സസിൽ ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളാണ്, കാലാതിവർത്തികളായ സിനിമകളാണ്. സോ ലിമിറ്റേഷൻ മേക്സ് യു. എവറസ്റ്റിൽ കയറാൻ ഏറ്റവും ലിമിറ്റഡ് സാധ്യതകളുണ്ടായിരുന്നൊരു കാലത്ത് കയറിയ ആണ് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ആൾ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഈ കാലഘട്ടം മാറുന്നു എന്ന് പറയുമ്പോഴും പുതിയ കാലത്ത് എഴുത്തിലേക്ക് തിരിയണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പം ലേലത്തിൻ്റെ 2ാം ഭാഗം വരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, അതുണ്ടാവോ? തിരിച്ച് എഴുത്തിലേക്ക് സജീവമാവാനുള്ള പ്ലാൻ ഉണ്ടോ? ഞാനിപ്പോൾ ഒരു സിനിമ എഴുതാനുള്ള കഠിന പരിശ്രമത്തിലാണ്. അപ്പോൾ അതിലെല്ലാം അടങ്ങുന്നുണ്ടല്ലോ. അപ്ഡേറ്റുകൾ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ഒന്നും പറയാറായിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ശീലവുമില്ല. ഞാൻ സിനിമയായി അതിൻ്റെ ഒരു ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വെളിപ്പെടുത്തലുകൾ നടത്താറില്ല. അതെനിക്ക് അതിലൊരു കോൺഫിഡൻസ് വരുമ്പോൾ മാത്രമേ ഞാനത് സംസാരിക്കാറുള്ളൂ. അജിച്ചേട്ടൻ്റെ മൂൺ വാക്കാണ് ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ. അതിൻ്റെ ഒപ്പം തന്നെ ക്രൈം ഫയൽസിൻ്റെ 2ാം ഭാഗം വരുന്നുണ്ട്. മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
പടക്കുതിര കഴിഞ്ഞാൽ പിന്നെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിന് തന്നെ നീരജ് ഹീറോ ആയിട്ടുള്ള നല്ലൊരു റോളാണ്. കുറേ കാലത്തിന് ശേഷം തിരിച്ചൊരു മണ്ടംകളിയൊക്കെ ഉള്ള ഒരു വേഷമാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ വരാനുള്ളത്. റാംസാറിൻ്റെ സിനിമ തമിഴിൽ. പടക്കുതിരയ്ക്കും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ. ഒരു ട്രെൻഡ് ചേഞ്ചറായിട്ട് പടക്കുതിര മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.